നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വേനൽ കനത്തതോടെ പേരാമ്പ്ര മരക്കാടിത്തോടും മലിനമായി. തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതോടെ ഒഴുക്കും നിലച്ചു. തോട്ടിലെ മാലിന്യങ്ങൾ സമയാസമയം നീക്കം ചെയ്താൽ മാത്രമേ തെളിനീർ ലഭിക്കൂ. തെളിഞ്ഞ വെള്ളമില്ലാതെ മാലിന്യവും പേറിയാണ് പേരാമ്പ്ര നഗരഹൃദയത്തിലൂടെ മരക്കാടിത്തോട് ഒഴുകുന്നത്. വേനൽക്കാലമായതോടെ ഒഴുക്കു നിലച്ച് കറുപ്പ് നിറത്തിലുള്ള മലിനജലമാണ് ബാക്കിയാവുക. ഇതോടെ കൊതുകു ശല്യവും രൂക്ഷമായി. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന്റെ സമീപവും ബൈപ്പാസിന് സമീപവും പൈതോത്ത് റോഡ് ജംഗ്ഷന് സമീപവും മത്സ്യ മാർക്കറ്റിന് പിൻവശത്തും മാലിന്യം നിറഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. തോടിന് സമീപത്തൊക്കെ നിരവധി വീടുകളുള്ള മേഖല കൂടിയാണിത്. കടകളിൽ നിന്നുള്ള മലിനജലവും പൈപ്പ് വഴി തോട്ടിലേക്ക് എത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കിലുമായി മാലിന്യങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്നതും പതിവാണ്. ഇത് പേരാമ്പ്രയിലെ വ്യാപാരികൾ തോട്ടിലിടുന്നതാണെന്ന് സമീപവാസികൾ പറയുന്നുണ്ടെങ്കിലും പുറമേ നിന്നുള്ളവരാണ് മാലിന്യം തോട്ടിൽ നിക്ഷേപിക്കുന്നതെന്നും CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി OP മുഹമ്മദ് പറഞ്ഞു. പട്ടണത്തിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മരക്കാടി തോട് വൃത്തിഹീനമായി കിടക്കുന്ന കാഴ്ച വളരെയേറെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യം. നമ്മൾ ഒരുപാടൊക്കെ സ്വപ്നം കണ്ടിരുന്നു. മനോലി കനാലിലേക്കൊക്കെ വന്ന പദ്ധതി പോലെ പട്ടണത്തിൻ്റെ സാമൂഹ്യം മാറ്റിക്കൊണ്ടുള്ള രീതിയിൽ മാറി വരുമെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സ്വപ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ മോശമായൊരവസ്ഥയിലാണ് തോട് സ്ഥിതിയിരിക്കുന്നത്. അത് പേരാമ്പ്രയിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടനാ തലത്തിൽ മറ്റ് കൃത്യമായ നിർദ്ദേശം നൽകിയതിൻ്റെ ഭാഗമായി റോഡ് മലിനീകരിക്കാതിരിക്കാൻ അവരെല്ലാം തന്നെ പ്രത്യേക ശ്രദ്ധിക്കുന്നു. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ മാലിന്യം തള്ളിപ്പോകുന്നതായിട്ടും രാത്രിയിലൊക്കെ വന്ന് തള്ളിപ്പോകുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു CCTV സംവിധാനമായിരുന്നു ടൗണിൽ ആലോചിച്ചത്. അതും പാതി വഴിയിലായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പല പ്രദേശങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ തടയാൻ ആവശ്യമായ നടപടി എല്ലാ ഭാഗത്തും ഉണ്ടാവണം. നമുക്ക് ഈ റോഡ് പേരാമ്പ്രയുടെ നോക്കം പറഞ്ഞതുപോലെ സൗന്ദര്യത്തിന് മാറ്റി വെക്കുന്ന രീതിയിൽ നവീകരിച്ച് സുന്ദരമായി തീർക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. കൈപ്രം ഭാഗത്ത് പാടത്തിന് നടുവിലൂടെയാണ് തോട് ഒഴുകുന്നത്. വശങ്ങളിൽ കരിങ്കൽ കെട്ടില്ലാത്ത ഭാഗങ്ങളിൽ തോട്ടിലെ പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ പാടത്തേക്കാണ് എത്തുന്നത്. മഴക്കാലമായാൽ ഇത് പരന്നൊഴുകും. കൂത്താളി പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലൂടെ കല്ലൂർ മൂഴി വരെ എത്തുന്നതാണ് മരക്കാടിത്തോട്. തോട് സംരക്ഷിക്കാൻ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് തോടിന് മുകളിൽ സ്ലാബും ഇട്ടിട്ടുണ്ട്. സ്ലാബില്ലാത്ത ഇടങ്ങളിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. മാലിന്യ നിക്ഷേപം തടയാനും മാലിന്യം ഇടയ്ക്കിടയ്ക്ക് നീക്കം ചെയ്യാനുമുള്ള നടപടി ഉണ്ടായാൽ മാത്രമേ മരക്കാടിത്തോടിന് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.